ദൃശ്യം 3 സിനിമയ്ക്കെതിരെ പരാതി. തന്റെ വാഹനത്തിന്റെ നമ്പർ അനുവാദമില്ലാതെ സിനിമയിൽ ഉപയോഗിച്ചു എന്ന പരാതിയുമായി ഇടുക്കി കുഞ്ചിത്തണ്ണി സ്വദേശി രാജീവാണ് രംഗത്തെത്തിയത്. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, സംവിധായകൻ ജീത്തു ജോസഫ് എന്നിവർക്കെതിരെയാണ് പരാതി. എൻ്റെ വണ്ടിയുടെ നമ്പർ KL 69D 2772 2023 ഞാൻ എടുത്ത വണ്ടിയാണ്. ഒരു MG ഹെക്ടർ, എൻ്റെ സ്കോർപിയോ ഒരു MG ഹെക്ടറിൽ വ്യാജമായിട്ട് വെച്ച് അവർ ഷൂട്ടിങ്ങിന് അത് ഉപയോഗിച്ചു, റോഡിലൂടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് എന്തെങ്കിലും ഒരു അപകടം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പേരിൽ സ്വാഭാവികമായിട്ടും കേസ് വരും. നിയമപരമായിട്ടുള്ള കാര്യമല്ലല്ലോ. കേസ് കൊടുത്തിട്ടുണ്ട്, 3 DVSP കേസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ആവശ്യം സിനിമയിൽ നിന്ന് എൻ്റെ വണ്ടിയുടെ അത്രയും നമ്പർ, എൻ്റെ വണ്ടിയുടെ നമ്പർ വെച്ച അത്രയും ഭാഗം കട്ട് ചെയ്ത് അവർ നീക്കി. തുടർന്നോട്ടെ, കുഴപ്പമില്ല. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നത്. രാഹുൽ, അദ്ദേഹം പരാതി നൽകിയെന്നാണല്ലോ പറയുന്നത്. രാഹുൽ, ഉന്മേഷം, 3 DVSPക്ക് ഈ രാജീവ് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന വണ്ടിയുടെ നമ്പർ KL 69D 2772 അതൊരു മഹീന്ദ്രയുടെ സ്കോർപിയോ വാഹനമാണ്. പക്ഷേ ദൃശ്യം 3 സിനിമ ഇറങ്ങിയപ്പോൾ അതിലെ നായകനായിട്ടുള്ള ജോർജ് കുട്ടി, കഥാപാത്രത്തിന്റെ പേരാണ് ജോർജ് കുട്ടി, ഉപയോഗിക്കുന്ന വാഹനം MG ഹെക്ടർ, അതിനും സമാനമായ നമ്പർ KL 69D 2772 എന്ന ആ നമ്പർ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. ഇത് അദ്ദേഹത്തിന് വലിയ നാണക്കേട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ രാജീവ് വ്യാജ നമ്പർ ഉപയോഗിച്ച വാഹനം കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതുപോലെ തന്നെ ദൃശ്യം 3 ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പടമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളായിട്ട് തന്നെ ആളുകൾ ചിത്രീകരിക്കുന്നു. മാത്രമല്ല മോട്ടോർ വാഹന വകുപ്പിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഒക്കെ വാഹന പരിശോധനയിൽ ഒരു നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു നോട്ടപ്പുള്ളിയായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. അദ്ദേഹത്തിന്റെ ആവശ്യം ദൃശ്യം സിനിമയിൽ നിന്ന് നായകൻ ഉപയോഗിക്കുന്ന ഈ വാഹനം ത്തിന്റെ സീനുകൾ ഒഴിവാക്കണം, കട്ട് ചെയ്ത് ഒഴിവാക്കണം, അതിനുശേഷം ആ സിനിമാ പ്രദർശനം തുടരാം എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. മൂന്നാർ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിച്ചു വരികയാണ്. അതിനുശേഷം കേസ് എടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനെയും അതുപോലെ തന്നെ സംവിധായകൻ ജിത്തു ജോസഫിനെതിരെയുമാണ് പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഈ രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.